ഹലോ ഗായ്സ്, നാനോ റെസ്റ്റയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മൾ പിന്നെ വന്നിരിക്കുന്ന നമ്മുടെ മൂവി സിനിമ സിമുലേറ്റർ എന്ന ഗെയിമായിട്ടാണ് ഗൈസ്. അപ്പം അതിൻ്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം ഗെയിമിലേക്ക് കിടക്കാം. അന്ന് കളിച്ച പിന്നെ വേറെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ അത് നടത്തിയിട്ടില്ല ഗൈസ്. അത് ഒരു കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഓക്കെ അതെ ഗൈസ്, അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കി അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ കുറേ ട്രാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പം രാവിലെ ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ മൂവി എന്നിട്ട് ഓക്കെ പുള്ളി ഇവിടെ ഒപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരന്മാർ സീനാണ് ഈ എൻ്റെ അമ്മ. ഇവിടെ ഒരുത്തം നിൽപ്പുണ്ട്. നമുക്ക് നൈസായിട്ടൊന്നും എല്ലാം കളഞ്ഞു ഗൈസ്. നമുക്ക് ഇന്ന് നമ്മൾ ഇതൊക്കെ തുടങ്ങണം. ഓടി ഒരു ഇത് വേണ്ട, അടുത്തോട്ട് പോകേണ്ട. വെറുതെ എന്തിനാ ഈ പണി മേടിക്കുന്നത്. ഓക്കെ, നമുക്ക് കയറി പോവാം. ഇവനേതാ കുഞ്ഞൊരു ഏതോ മണ്ടൻ. ഓക്കെ, നമ്മളിവിടെ വെച്ച് സംഭവം വെച്ചിട്ടുണ്ട്. ഈ സൈഡ് കണ്ടോ, നമുക്ക് ജോലിക്ക് നമുക്ക് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. ഇവനായിട്ട് നമുക്കിന്ന് വീണ്ടിടാൻ വേണ്ടല്ലോ. ഞാൻ വിളിച്ച് ഇവനായിരിക്കും വന്നതെന്ന്. ഓക്കെ, നമുക്കത് നമ്മുടെ തിയേറ്ററിലേക്ക് പോകാം. തിയേറ്റർ ക്ലോസ്ഡ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങണം. അപ്പോൾ ക്ലീൻ ആക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. ക്ലീൻ ആക്കാൻ ഉണ്ട് കേട്ടോ. ഈ സിനിമയുടെ സമയം തുടങ്ങാനായി. തുടങ്ങാനായില്ല. മണ്ടക്കൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ക്ലീൻ ആക്കണം ഗൈസ്. മൊത്തം ക്ലീൻ ആക്കിയേക്കാം. ഇവിടെ മൊത്തം സീനാണല്ലോ. എന്താ അവസ്ഥയാണ് ഈ തിന്നാൻ വേണ്ടി തന്നെ വരുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് തിന്നിട്ട് പോക്കോടി. ഇതൊരുമാതിരി എന്താണ് ഇവന്മാർ ഇങ്ങനെ വല്ലാത്ത സീനാട്ടോ. ഈ ഇവന്മാർ തിന്നാൻ വന്നിട്ട് തിന്നിട്ട് പോയിട്ട് തിന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാരെങ്കിലും. പ്ലീസ് വീഡിയോ ആണെന്ന് എല്ലാവരും എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഇങ്ങനത്തെ ഗെയിമിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം പിന്നെ സബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ട് ഗൈസ്, എല്ലാവരും പൊറഞ്ഞ സബ് ചെയ്ത് എല്ലാവരും അടിപൊളിയാക്കി സബ് ചെയ്ത്. പിന്നല്ല, നമുക്ക് പൊളിക്കണം ഗൈസ്. എല്ലാവരും സബ് ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മൾ ഗൈസ് 100 സബ് എങ്ങനെയും നമുക്ക് ആദ്യം എത്തിക്കണം. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത്. ഓക്കെ, സിനിമയുടെ സമയം. നമ്മൾ പോപ്കോണൊക്കെ തീർന്നു ഗൈസ്. പക്ഷെ എൻ്റെ മോനെ, നമ്മുടെ പോപ്കോണൊക്കെ തീർന്നു തോന്നിട്ടോ. സമയമായിട്ടുണ്ടോ? ടിക്കറ്റ് എടുത്ത് വെച്ചേക്കല്ലേ. ടിക്കറ്റ് എടുത്ത് എന്നാ പ്രശ്നം അറിയോ? സംഭവം എന്നാ അറിയോ? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പ്രശ്നം വെച്ചാൽ ഇവർ പോപ്കോൺ മേടിക്കാൻ പറ്റും. അന്നേരം പണിയാണ്. പോപ്കോൺ ഒന്നും നമുക്ക് കൊടുക്കാനൊന്നുമില്ല. ഒരു ഇതാക്കി വെച്ചാൽ നമുക്ക് ക്ലോസ് ആക്കാം. ഓക്കെ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വരട്ട്. നമ്മൾ ഒരാളുടെ ഇത് ക്യാമറ പിടിച്ചു. ഒരാൾ വീഡിയോ നമ്മൾ എന്താ പറയുക, വീഡിയോ പകർത്താൻ നോക്കി. നമ്മളങ്ങനെ ക്യാമറ പുള്ളിയുടെ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്മൾ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവച്ച്. നമ്മുടെ ഓഫീസ് നമ്മളിതെങ്ങനെയാണ് ഈ സ്ഥലവിളി. നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതവിടെ ഫോൺ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയൊക്കെയാണ് നമ്മളിപ്പം സെറ്റാക്കി വെച്ചിരുന്നത്. ഐസ്ക്രീമും ടെർമിനേറ്ററും പിന്നെ ടെലോലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധനം. എന്താ ടോയ്ലറ്റ് അല്ല, ടെലോലെറ്റ് ഉണ്ട് ഈ സാധനം. അതൊക്കെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ പ്രത്യേകിച്ച് സ്റ്റുഡിയോ ഒക്കെ ബാക്കിയെല്ലാം ലോക്കഡാണ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. ഒക്കെയാണ് ആൾ വന്നിട്ടുണ്ടാകും ഗൈസ്. എൻ്റെ അമ്മ ആൾ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ടിക്കറ്റ് മെഷീൻ 18 ആക്സെപ്റ്റ് ചെയ്തു. അയ്യോ, സിനിമ തുടങ്ങി. എൻ്റെ അമ്മേ, എന്തായാലും ഈ സിനിമ തുടങ്ങിയായിരുന്നു. ഞാൻ സമയം നോക്കാൻ പറഞ്ഞു. അയ്യോ, ആരും വന്നില്ല ഈ സിനിമ കാണാൻ. എൻ്റെ മോനെ, കുഴപ്പമില്ല, ഈ പോട്ട് കുഴപ്പമില്ല. ആ സമയം കൊണ്ട് ഏതായാലും അത് പോട്ടെ. അവർ പോയിട്ടോ. സിനിമയുടെ സമയം തുടങ്ങി. ഞാൻ അത് ഓർത്തുമില്ല. ഇതുണ്ടാക്കാം. നമ്മളന്ന് കുറേ പോപ്കോൺ ഇവിടെ അടിക്കടിക്ക് വെച്ചായിരുന്നു എല്ലാവർക്കും തിന്നാൻ വേണ്ടി. നമുക്ക് കുറേ പോപ്കോൺ ഉണ്ടാക്കി വെക്കാം ഗൈസ്. നമ്മുടെ പോപ്കോൺ മെഷീൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. നമുക്ക് കുറച്ച് പൈസ കിട്ടി അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. നമ്മളിപ്പം പൈസ എത്രയാണെന്ന് എങ്ങനെ അറിയുന്നത്? പൈസ എത്രയാണെന്ന് നമ്മൾ എങ്ങനെ അറിയും ഗൈസ്? അറിഞ്ഞൂടാ. പൈസ താഴെ എഴുതിയിട്ടുണ്ടല്ലേ. 621 എത്രയോ ഉണ്ട് നമ്മളതിൽ. ഇങ്ങനെ വെക്കാം ഗൈസ്. ഒരു സൈഡിൽ ഇത്, ഒരു സൈഡിൽ ഇതാണ്.
ഓക്കെ, ഇതെടുക്കാം. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഓക്കെ, ഇതിവിടെ വെക്കാം. കാരണം പോപ്കോണൊക്കെ ആവശ്യം വരും ഗൈസ്. അത്യാവശ്യം ഇപ്പം ആൾ കയറിയിട്ടില്ല. അന്നേരം അവർ സിനിമ കഴിയുന്ന സമയത്ത് വേസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്. അത് നല്ല കാര്യമാണ്. സിനിമ കഴിയാൻ ഈ സമയമുണ്ട്. ആ സമയം നമുക്കിങ്ങനെ പോപ്കോണൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കാം ഗൈസ്. ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ പോപ്കോൺ എടുത്ത് വെക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഈ നമുക്ക് ആൾ വരുമ്പോൾ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ വലിയ സീനില്ല. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ജ്യൂസ് മേക്കർ അങ്ങനെ ജ്യൂസിൻ്റെ എന്തോ സാധനമുണ്ട്, സോഡ മേക്കർ അങ്ങനെ എന്തോ, അതൊക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ഫ്രൈ മറ്റേ ലേസ് എന്തോ ഉണ്ടായിരുന്നു, എൻ്റെ പേര് മറന്നു. അതൊക്കെ അടിപൊളിയാക്കാം. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ മറ്റേ ഇതിനകത്ത് നോക്കിയ സമയത്ത് ഞാൻ അങ്ങനെ കണ്ടത്. നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ നോക്കിയ സമയത്ത് കുറേ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. സിനിമ കഴിഞ്ഞല്ലോ. വലിയ സിനിമ കഴിഞ്ഞില്ല. തുറന്ന് സിനിമ കഴിഞ്ഞു. അതിൽ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള ആൾക്കാരെ സെറ്റപ്പ് ഒക്കെ ഇത് ഓൾറെഡി ഓക്കെ ഓപ്പണാണ്. അടുത്ത സിനിമയ്ക്ക് വേണ്ടി ആൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സിനിമ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലെയ്ലാൻഡ് ഇങ്ങനെയാണ്. ഈ ഹോം എലോണാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് വെറുതെ നോക്കാം. ഐസ്ക്രീമൊന്നും കാണാൻ ആരും വരുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓടുന്ന സിനിമ ഏതൊക്കെ എന്ന സംഭവം സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് പീപ്പിൾ ആർ കറൻറ്റ്ലി യൂസിങ് ലെയ്ലാൻഡ് എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. CCTV സിമുലേറ്റർ, മെന്നിൻ ബാസ്കോ. എനിക്ക് അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അത് എവിടെ നിന്നാണ് കിട്ടുന്നത് എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഈ പറഞ്ഞ സിനിമയൊക്കെ കിട്ടുന്നത് എനിക്കറിയാൻ പാടില്ല. ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. ഓക്കെ, ആൾ വന്നല്ലോ. എന്തെങ്കിലും നമുക്ക് ടിക്കറ്റ് കൊടുക്കണം. 51 കുഴപ്പമില്ല, കണ്ടോ. 51 എന്തിനാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിരുന്നത് അറിയാൻ പാടില്ല. 34 കുഴപ്പമില്ല, പോട്ടെ. അവിടുത്തെ സ്റ്റുഡിയോ ഫുള്ളായി. റിജക്റ്റ് പോക്കോ. ഓക്കെ, 26 കണ്ടോ ഇഷ്ടം പോലെ. ഓക്കെ, അതും ഫുള്ളായി. ഇപ്പോൾ ഫുള്ളാവും. ഓക്കെ, അതും ഫുള്ളായി. ഇനി വേറെ സിനിമയൊന്നും ഇല്ലല്ലോ. വേറെ സിനിമ അവർ 2 സിനിമ ഓടുന്നുള്ളൂ ഇനി. ഓക്കെ, ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഏതാണ്ട് ആൾക്കാരുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് തന്നെ വേണ്ടേ? പുള്ളിക്ക് ചുവന്ന പോപ്കോൺ വേണമെങ്കിൽ പുള്ളിക്ക് ചുവന്ന പോപ്കോൺ കൊടുത്തേക്കാം. പുള്ളിക്കും ചുവന്ന പോപ്കോണൊന്നും ഇല്ലടി. നമ്മൾ ചുവന്ന അവിടെ ഉണ്ടല്ലേ, എന്നാൽ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. തനിക്ക് നമ്മൾ നീല പോപ്കോൺ ഉണ്ടാക്കുന്ന സമയത്ത് നീല വേണ്ട ചെയ്യാവുന്നതൊക്കെ നമുക്ക് സിനിമ തുടങ്ങാൻ സമയമില്ലെന്നോ. ഇനി സമയമുണ്ട്. എല്ലാം വന്ന് ഇരുന്നോ സിനിമ? ഓക്കെ, എല്ലാം അടിപൊളിയാണല്ലോ. പിന്നെ അല്ല പ്രൊജക്ടറൊന്നും പ്രശ്നമൊന്നുമില്ല, അടിപൊളി. നമുക്കിവിടെ CCTV ഉണ്ട്. പിന്നെ അല്ല നമുക്ക് ഇപ്പോൾ 861 എത്ര പൈസ നമ്മുടെ കയ്യിലുണ്ട്. $, എത്ര ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്താണ് സിനിമ ഏരിയ? മെയിൽ ടോയ്ലറ്റ്, ഫീമെയിൽ ടോയ്ലറ്റ്, ഓഫീസ്, ലോബി, സ്റ്റുഡിയോ. എങ്ങനെ നമുക്ക് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ മറ്റേ പോലെ കിട്ടുന്നത് നമ്മൾക്ക്. ഓക്കെ, സ്റ്റുഡിയോ നമുക്ക് അങ്ങനെ കിട്ടത്തില്ലെന്ന് തോന്നി. ഇതിനകത്ത് കുറേ ക്വസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉണ്ട്. ഈ മെഷീൻ സോഡ മെഷീൻ ഉണ്ടാക്കാം. സോഡ മെഷീൻ ഇല്ല, നമ്മുടെ പൈസ ഇല്ല. അയ്യോ, എത്ര 1000 തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അത്ര വേണം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അത് തന്നെ. പിന്നെ ഹോട്ട് ഡോഗ് ഗ്രില്ല് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, അടിപൊളിയാണ്. ബർഗർ ഗ്രില്ല്, ടിക്കറ്റ് ബൂത്ത്, ഒക്കെ എല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ്. എന്തോ ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ല. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി മറ്റേ സോഡ മെഷീൻ ആണ് നമുക്ക് ഉണ്ടാക്കണ്ടേ. സിനിമ തുടങ്ങാനായില്ലോ. അപ്പോൾ നമുക്ക് ട്രാഷ് കളഞ്ഞിട്ട് വരാം ഗൈസ്. ക്യാമറ എടുത്ത് വീഡിയോ പിടിക്കുന്നുണ്ട് ഗൈസ്. ശെൻ്റോനെ, ആരാത്? നീ കോൺസെൻട്രേഷൻ ഒറ്റയിടി. നമ്മളെ ക്യാമറ പിടിച്ചു വിട്ടിട്ടുണ്ട്.
ഇങ്ങനെ പക്ഷേ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് നമുക്കങ്ങനെ ഇടിക്കാൻ പറ്റത്തില്ലേ മോശങ്ങളെ ഒറ്റയിടി കൊടുക്കുമായിരുന്നു പൊളിച്ചാണ് അടിക്കാനുള്ള സാധനം നമ്മൾ ഇത് വെച്ചടിക്കാൻ പറ്റും സാധനം കിട്ടി ഒരു ഫോണും കൂടെ കിട്ടി എൻ്റെ മോനെ നിങ്ങൾക്കൊക്കെ എനിക്ക് സിനിമ വന്നാണോ അതോ നമ്മൾ എല്ലാ സാധനവും പിടിച്ചു മേടിച്ച് പിന്നല്ലേ ഞാനുണ്ടോ അവരേക്ക് സിനിമ കണ്ടു പോകാൻ നോക്കാം സിനിമ കണ്ടു പോകാനുള്ള ഞാൻ ഈ കാണിക്കുന്നില്ലേ സിനിമ കണ്ടു പോകാൻ നോക്കണേ അപ്പോൾ നമുക്ക് ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാം നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണം നമ്മുടെ ഓഫീസിൽ എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടിടും ഇവിടെ കൊണ്ട് കൂട്ടിയിടും നമ്മൾ എല്ലാ സാധനവും ഇവിടെ കൊണ്ട് കൂട്ടി അവിടെ ഇട് ഓക്കെ നമുക്കൊരു ഫോൺ കിട്ടിയാലും ഫോൺ എടുത്തേക്കാം ഈ ഫോൺ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിടണം ഈ ഒരു ഫോണും ഇവിടെ കൊണ്ട് നമുക്ക് ലാസ്റ്റ് കട നടത്താം ഗൈസ് അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അമ്മായി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെന്താണ് പിന്നെ ഇപ്പോൾ സിനിമ ചെയ്യാൻ സമയമായി ഗൈസ് ഇപ്പോൾ സിനിമ ചെയ്യും നമുക്ക് വൃത്തിയാക്കണം അതിന് മുമ്പ് ഒരു ക്യാമറ ഇരിപ്പുണ്ട് ഇത് എടുത്തേക്കാം ഇവിടെ എന്താണ് സൈൻ ഇവിടെ സൈൻ ക്ലോസ്ഡ് ആണ് ഓക്കെ ഇപ്പോൾ സിനിമയും നമുക്ക് ചൂടെടുത്ത് റെഡി ഗൈസ് ഓ കഴിഞ്ഞ് ചോദിക്കോ നമ്മളമാതിരി മൊത്തം അടിപൊളിയാണ് സീനല്ലേ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ റെഡി നിൽക്കുമായിരുന്നു ഓക്കെ ഇവിടെ സാധനമുണ്ട് അത് പിന്നെ എടുക്കാം ടോയ്ലറ്റിൻ്റെ അവിടെ കുറേ വൃത്തിയാക്കാറുണ്ട് ഈ സാധനം നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ഇതിൽ ക്ലീൻ ആക്കാം അടുത്ത മൂവി ടൈമിൽ നമുക്ക് ക്ലീൻ ആക്കാം കഴിച്ച് ഒന്നര ഇറങ്ങി പോകുന്നുള്ളൂ ടോയ്ലറ്റ് മൊത്തം സീനാണ് ഈ ടോയ്ലറ്റ് മൊത്തം ചവറൊടിച്ച് കിടക്കുവാണ് ഈ ടോയ്ലറ്റ് എടുത്തേക്കാം ഓക്കെ ഇവിടെ ഇത്രയല്ലേ ഉള്ളൂ ഇതെടുത്തേക്കാം ഓക്കെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നു ഇല്ലേ കഴിഞ്ഞു ഓക്കെ പിന്നെന്താണ് ഇതുകൂടെ കൊണ്ടുപോകാം നമുക്ക് അടുത്ത സിനിമയ്ക്കുള്ള ടൈം ആവുന്നുണ്ട് നമുക്ക് കാണിക്കാം സൈൻ മാറ്റി വെച്ചിട്ട് അടിപൊളിയാക്കാം ഓക്കെ ഇവിടെ ഇരിക്കും അല്ല പിന്നെ നമ്മളോടെ പൈസ ആരും വരുന്നില്ലേ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ അവിടെ പോപ്കോൺ ഉണ്ട് പോപ്കോൺ ആക്കാം നമുക്ക് പൈസ കിട്ടിയാലേ നമുക്ക് അടുത്ത സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ ചോപ്പ് തന്നെ കുറേ ഉണ്ടാക്കാം നല്ല ആളുണ്ട് ഞാൻ വരുന്നുണ്ട് സാറ് വരുന്നുണ്ട് ചേച്ചി വിചാരിക്കില്ല പോപ്കോൺ ആക്കുന്ന തിരക്കിലാണ് ആൾ വന്നല്ലോ ടിക്കറ്റ് എടുക്കാൻ ആൾ വന്നല്ലോ ഓക്കെ റൈറ്റ് പോട്ടെ റൈറ്റ് ഓക്കെ പോട്ടെ ഓ ഹൗസ് അലോൺ ആണല്ലോ ആണെങ്കിൽ നമ്മുടെ സോഡ മേക്കർ ഇതാക്കാം ഗൈസ് സോഡ മേക്കർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം സോഡ മെഷീൻ ആക്കണോ അതോ ഫ്രഞ്ച് ഫ്രൈസ് വേണോ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൈസ ഇല്ല ഓ ഓക്കെ നമുക്ക് സോഡ മെഷീൻ ആക്കാം അടിപൊളി സോഡ മെഷീൻ ആക്കിയിട്ട് നമുക്ക് നോക്കാവേ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് അറിഞ്ഞുള്ളൂ ഇങ്ങനെയാണ് സോഡ ഓ ഇങ്ങനെയാ ഗൈസ് ഇവിടെ സോഡയൊക്കെ കൊണ്ടാണ് പൊടി നമ്മൾ ഭയങ്കര കച്ചവടം ഗൈസ് ഇവിടെ അടിപൊളി അടിപൊളി ഇവിടെ സോഡ മൊത്തം സോഡയുടെ പരിപാടിയൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓ അത് നല്ലൊരു കാര്യമാണ് അതിൻ്റെ ഒച്ച ഉണ്ട് എന്താ 3 തരം സോഡയാണെന്ന് പറയുന്നുണ്ട് 3 തരമാണ് ഇത് എന്തോ തീരുമോ അറിഞ്ഞൂടാ ഇത് ഓറഞ്ച് കളറ് ഇവിടെ വെക്കും ഇത് ചോപ്പല്ലേ ചോപ്പ് നമുക്ക് ഈ ആക്കേണ്ട ഇതാണ് ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഇവിടെ ഇതാക്കാം നമുക്ക് സിനിമ കാണുന്നില്ല
സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. എനിക്ക് സിനിമയുടെ ടൈമിൽ ഇങ്ങനെ ഇതൊക്കെയാണ് പരിപാടി. സിനിമ കഴിയുന്നതും വരെ ഇപ്പം എൻ്റെ മുകളിലുള്ള നീല കളർ അത് ഇവിടെ ഇരിക്കട്ടെ. നീല കളർ ഇവിടെ, ചുവപ്പ് കളറ് ഇവിടെ, പിന്നെ ഇത് കൂട്ടൊന്ന് കാണാം. അടിപൊളി. നമുക്കിത് മൊത്തം ആക്കിയിട്ട് വാങ്ങി. നല്ല ഒച്ച എൻ്റെ മോനെ ഒച്ച കേട്ടോ ഈസ്. അടിപൊളി ഒച്ച ഒരുമാതിരി. അയ്യോ സോഡാ മെഷീൻ ബ്ലോക്ക്. ഞാൻ ഉപയോഗിച്ച് അടിച്ചു പോയി. എന്താ താഴെ പോയി. അടിപൊളി. ഇതിങ്ങനെ ശരിയാക്കല്ലേ ഈ സംഭവ പരിപാടി. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു സിമുലേറ്റർ ഗെയിമിലൊക്കെ ഞാൻ കളിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ശരിക്കും തിയേറ്ററിലൊക്കെ നടക്കേണ്ട പണിയൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയൊക്കെ. ഇതെങ്ങനെ ഇത് താഴെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ എടുത്തിട്ടുണ്ട്. ഏക്കാം. ഇത് ഓറഞ്ച് കളർ, അത് ഇവിടെ ഇരിക്കട്ടെ. ഓറഞ്ച് കളർ ഇവിടെ, നീല കളർ വന്നിട്ടുണ്ട്. എടുത്തേക്കാം. നീല ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം 2 ചോപ്പുള്ളൂ. മിക്കവാറും ചോപ്പായിരിക്കും എല്ലാവർക്കും വേണ്ടേ. അടിപൊളി. പിന്നെന്താണ് ഈസ് നമുക്ക് സിനിമ ടൈം. ഓക്കെ, സിനിമ ടൈം ഇപ്പോൾ കഴിയാണ് ഈസ്. നമുക്ക് കിടന്നുറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ആക്കണം ഗൈസ്. ടോയ്ലറ്റ് ക്ലീൻ ആക്കണം. ടോയ്ലറ്റ് മൊത്തം അഴുക്കാണ് എൻ്റെ മോനെ. മൊത്തം അമ്മായി അഴുക്കാണ് ഈ ടോയ്ലറ്റ്. ഓക്കെ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അപ്പുറത്താണ് ചേച്ചി. അതിനകത്ത് കയറി. ഇതിനകത്താണോ ക്ലീൻ ആക്കാൻ? പുള്ളിക്കാരത്ത് ഇപ്പം ഇറങ്ങിപ്പോയി. അതാ ചമ്മു പൂതാണോ? ഓക്കെ, അവിടെയൊക്കെ ക്ലീൻ മൊത്തം. ഇത് പിന്നെയും താരെ കയറിയിട്ട് മൊത്തം ഉടായ്പാക്കിയിട്ട് പോയി. പോകുന്ന വഴിക്ക് ഇതില്ല. ഇതേ ഒരു ചേച്ചി വന്നിട്ട് ഓക്കെ സിനിമ യെസ് നോക്കാം. ജോബ് ഓപ്പൺ. യെസ്. വാട്ട് എ കൺസേൺ. ഐ ലുക്കിംഗ് ഫോർ എ ജോബ്. കം ബാക്ക് CV സൂൺ. ഓക്കെ, പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി. അത് മറ്റേ നമുക്ക് എന്താ പറയുക, നമ്മൾ ജോലി കൊടുത്ത ആളാണ്. ഇവൻ ബെഗറോ ഹംഗ്രി. നമ്മുടെ ഇവിടെ പൈസ ഇല്ല. അപ്പോൾ അവൻ എൻ്റെ മോനെ അവനാൾ കൊള്ളാം. എൻ്റെ ബേക്കാർ പറയില്ല. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാനുള്ള സമയമാണിത്. പിന്നെന്താണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാണ്ടോ? നാളത്തേക്കുള്ള ജ്യൂസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രസത്തിന് ഒരു ചോപ്പല്ലേ ഇനി വേണ്ടേ? ചോപ്പും കൂടെ ആക്കിയിട്ട് അങ്ങ് പോകാം. അതവിടെ ഇരുന്നോട്ടെ. ഒക്കെ അങ്ങ് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പോയി വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പോകാം ഗൈസ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഗൈസ് നമുക്കിവിടെ. നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകണം. ഓക്കെ, എല്ലാം കളഞ്ഞിട്ടുണ്ട്. അടിപൊളി. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി എവിടെയായിരുന്നു? ഇങ്ങോട്ടായിരുന്നു? മറന്നു ഗൈസ്. അങ്ങോട്ടായിരുന്നു തോന്നല്ലേ? അപ്പോൾ നമ്മൾ പോവാണ് ഈസിയേ. അടിപൊളി. പക്ഷെ നമ്മളങ്ങനെ പോവാണ് ഈസിയേ. നമ്മുടെ വീട് അതല്ലേ വീട്. അടിപൊളി. നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങണം ഗൈസ്. ഇതല്ലേ നമ്മുടെ വീട്. പൊളി. അപ്പം നമ്മൾ വീട്ടിൽ പോകുന്ന നമുക്ക് കിടന്നുറങ്ങും ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഗൈസ്. ഇതിൻ്റെ അടുത്ത പാട്ട് വേണേൽ നമ്മൾ നോക്കാം ഗൈസ്. ചെയ്യാൻ നോക്കാം. എപ്പോഴും അടുപ്പിച്ചിടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ് ഗൈസ്. അപ്പം ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് എല്ലാം പോയി കാണും ഗൈസ്. പിന്നെ വീഡിയോ സബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ട് ഗൈസ്, സബ് ചെയ്യീസ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യീസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതിന് ഷെയർ ചെയ്യീസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെയും കാണാം. ഓക്കെ, ബൈ.